ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത്, അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായിട്ടാണ്. അതെങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഇന്നലെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഏകദേശം 26 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ A to Z കാര്യങ്ങൾ, നമ്മൾ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ പറയുന്നത്. ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുക, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏജ്, ക്വാളിഫിക്കേഷൻ, അതുപോലെ അതിൻ്റെ സാലറി, സെലക്ഷൻ മെത്തേഡ് തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. അതായത് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ഐ ബട്ടൺ ആയിട്ടും നിങ്ങൾക്ക് തരാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് February 10. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന ദിവസമാണ് February 10, March 1 വരെയാണ് സമയമുള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വാട്സപ്പ് നമ്പറൊക്കെ തരും, അതിലേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് രീതിയിൽ നമ്മൾ കുറേ പേർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ അതിൽ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ അറിയിച്ചാൽ അത് മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് February 10 മുതൽ March 1 വരെയാണ് നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് March 1 വരെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ISTRAC, അതുപോലെ URSC അപ്ലിക്കേഷൻ ഫോം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ISROയുടെ കീഴിലുള്ള 2 റിസർച്ച് യൂണിറ്റുകളാണ്. അപ്പോൾ നിലവിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ പോസ്റ്റിംഗ്. പിന്നെ ISROയുടെ വിവിധ യൂണിറ്റിൽ വേണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളിടത്ത് കാണാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാം, അവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കാം. ഇനി അതെല്ലാം മുകളിലും അതേ സെയിം ബട്ടൺ ഉണ്ട്, രജിസ്റ്റർ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ, ഞാനിത് ടു രജിസ്റ്റർ എന്നുള്ളിടത്ത് അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടൺ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ കംപ്ലീറ്റ് ആണ്, എന്തെങ്കിലും വായിച്ച് നോക്കണം നിങ്ങൾ. അതിനുശേഷം നമ്മളിത് ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ പോസ്റ്റ് നെയിമാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, അങ്ങനെ വിവിധ ഡിസിപ്ലിൻ വൈസ് കാണാം. അതുപോലെ ടെക്നീഷ്യൻ ബി, വിവിധ എന്താണ് ട്രേഡ് വൈസ് ഇവിടെ കാണാൻ പറ്റും. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫയർമാൻ, കുക്ക്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പം ഇവിടെ IT ബേസിൽ ടെക്നീഷ്യൻ ബി ജസ്റ്റ് ഞാനിവിടെ കാർപ്പൻ്ററാണ് ഇപ്പം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടെക്നീഷ്യൻ ബി ഫിറ്റർ കൊടുക്കുക. ഓക്കെ, ഫിറ്റർ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് കോഡ് ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റ് കോഡൊക്കെ എന്താണെന്നൊക്കെ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ A to Z കാര്യം പറയുന്നുണ്ടാവും, നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇത് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് വെച്ച് അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, കൺഫേം ഇമെയിൽ. ദെൻ വേറെ മൊബൈൽ നമ്പർ ഒന്നുപാടുണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ചോയ്സ് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ദെൻ കൺഫേം ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മെയിലിലേക്ക്, മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മളത് വെരിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിക്ലറേഷനിൽ അഗ്രി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ക്യാപ്ച കോഡ് അടിച്ച് റീവെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ ജനറേറ്റ് OTP എന്ന് കൊടുക്കുകയാണ്. OTP എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുപാടെ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്കും മെയിലിലേക്ക് OTP അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു OTP നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ OTP അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ എവിടെയെങ്കിലും ഉണ്ടാവും OTP. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുക്കട്ടോ വന്നാൽ. ഓക്കെ, അങ്ങനെ നമ്മൾ OTP അടിച്ചിട്ട് വാലിഡേറ്റ് OTP എന്ന് കൊടുക്കുക. കാണാം OTP ഹാസ് ബീൻ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഡിക്ലറേഷൻ അഗ്രി എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് ഉണ്ടല്ലോ ഇവിടെ അടിക്കുക. എന്നിട്ട് നമ്മൾ റീവെരിഫൈ ഒന്നും പാടെ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക. ഈ സെക്യൂരിറ്റി കോഡ് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റീവെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബട്ടൺ കാണാൻ നിങ്ങൾക്ക് ഇവിടെ താഴെ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മൊബൈലിലാകുമ്പോൾ ഇതിൻ്റെ വ്യൂസ് വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ക്രോം ബ്രൗസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂ എനേബിൾ ചെയ്താൽ മതി. ഇതേപോലെ ആ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID ഒക്കെ ഒന്നും പാടെ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പോയി എഡിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ,
ഇത് എല്ലാം ഓക്കെ ആണെങ്കിൽ ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, താഴെ സബ്മിറ്റ് എന്ന് വരും. എല്ലാം ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ സബ്മിറ്റ് എന്ന് വരും. അതിലായിട്ട് ക്ലിക്ക് ചെയ്യുക നമ്മൾ. അവിടെ പ്രൈവസി നോട്ടീസ് വരും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ എന്തിനൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നമ്മളിവിടെ അഗ്രി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ഒന്നുപാടെ കൺഫർമേഷൻ ചോദിക്കുകയാണ്. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇതാണ്. ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. കാരണം നമ്മൾ മൊബൈലിലൊക്കെ എവിടെയെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്ത് ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകും. എന്തായാലും നമ്മൾ എഴുതി സൂക്ഷിക്കുക. പിന്നീട് നമ്മൾ നമുക്ക് SMS ആയിട്ടും മെയിലായിട്ടൊക്കെ വരും. എങ്കിലും പാസ്വേഡ് ഇതൊക്കെ വരും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാതെ എഴുതി സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ പാസ്വേഡൊക്കെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കോ സെൻഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കേട്ടോ. അപ്പോൾ ലോഗിൻ ID യും അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മൾ കൊടുത്ത മെയിൽ ID യിലേക്ക് അത് മൊബൈലിലേക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കണേ. നമ്മൾ ക്ലോസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിലാണ് നിൽക്കുന്നത്. അതായത് ഇതിൽ ലോഗിൻ ആണ്. ഇനി നമുക്ക് ലോഗൗട്ട് ആയി പോയാൽ നിങ്ങൾക്കിവിടെ ലോഗൗട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് വന്നിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അഥവാ നമ്മളെന്താണ് പിന്നീടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള ബട്ടൺ ഇതിൻ്റെ നേരെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ യൂസർ ID ആയിട്ട് നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാപ്ചർ അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഇതിൽ ലോഗിൻ ആണ്. ഇനി നമ്മൾ ലോഗൗട്ട് ആക്കുന്നില്ല. ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഇത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കാണാം ഇതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഗോ ടു അപ്ലിക്കേഷൻ എന്ന് കാണാം. ആ ഗോ ടു അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പേജ് ലോഡായി വരും. അതിനെ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ എന്താ എലിജിബിലിറ്റി കാര്യങ്ങളാണ്, ക്രൈറ്റീരിയ ആണ് ആദ്യം നമ്മളിവിടെ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മളുടെ മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. ദെൻ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാറ്റഗറി എന്താണ് ജനറൽ EWS OBC ഏതാச்சுം നിങ്ങൾ അത് കൊടുക്കുക. ഇപ്പോൾ OBC ആണെങ്കിൽ OBC കൊടുക്കുക. ഇനി അല്ല ജനറൽ ആണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ SC ST ഏതാச்சுം കാറ്റഗറീസ് അനുസരിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ജനറലാണ് കൊടുക്കുന്നത്. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം SC ST EWS OBC അങ്ങനെയുള്ള കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അതത് കാറ്റഗറി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഓൺലൈൻ അപേക്ഷ നൽകുന്നത് അവസാന തീയതിക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമുക്കിനി ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ എക്സാം സിറ്റി പ്രിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് എക്സാം സിറ്റി ഉണ്ടാകുന്നത് ജസ്റ്റ് അതിൽ നമുക്ക് തിരുവനന്തപുരം ഉണ്ട്, കേരളത്തിൽ തൃശ്ശൂരുണ്ട്, പിന്നെ നമുക്ക് കൊച്ചി ഉണ്ട്, പിന്നെ ഓക്കെ കേരളത്തിൽ നമുക്ക് കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ കേട്ടോ. ഈ 3 എക്സാം സെൻ്ററാണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർഡറിൽ അങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊച്ചിയാണ് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നത് തൃശ്ശൂർ കൊടുക്കുകയാണ്. ദെൻ തേർഡ് ഞാൻ തിരുവനന്തപുരം കൊടുക്കുന്നു. ഓക്കെ, 3 ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇനി വേറെ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതായത് മിനിമം നമുക്ക് ആ ഡിസബിലിറ്റി ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മിനിമം 40% ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസിൽ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡു യു വാണ്ട് ആപ്ലിക്കേഷൻ ഫീ ടു ബി റീഫണ്ടഡ് ഇൻ ഒറിജിനൽ പേയ്മെൻറ്റ് മോഡ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റ് മോഡിൽ തന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന അപേക്ഷാ ഫീ റീഫണ്ട് ആകണോ എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നോ കൊടുത്തിട്ട് നമ്മുടെ പേര്, ബാങ്ക് അക്കൗണ്ട് നെയിം, ബാങ്ക് ബ്രാഞ്ച്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, പിന്നെ എന്താണ് IFSC കോഡ് കൊടുക്കുക. അതിലേക്കായിരിക്കും റീഫണ്ട് ലഭിക്കുക. അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് റീഫണ്ട് ആണെങ്കിൽ യെസ് എന്ന് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അതേ ആ രീതിയിൽ തന്നെ നമുക്ക് റീഫണ്ട് ആവും. ഇതിൻ്റെ എക്സ് സർവീസ്മാൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ അതർ ഡീറ്റെയിൽസിൽ വരുന്നത് മെറിറ്ററി സ്പോർട്സ് പേഴ്സൺ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തരം എന്താണ് എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പഠന സമയത്തോ നല്ല സ്റ്റേറ്റ് ലെവലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾ യെസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോ കൊടുക്കുക അവിടെ. ദെൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എംപ്ലോയീസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അവിടെയൊക്കെ നമ്മൾ നോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാം ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കോറസ്പോണ്ടൻസ് അഡ്രസ്സ് ആണ്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സാണ് ഈ ഒരു കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സാണ്. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെയിം ആസ് ഓപ്ഷൻ യെസ് എന്ന് കൊടുത്താൽ അതേ മോൾ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളും. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു. ഇനി അവിടെ സെയിം ആസ് ഓപ്ഷൻ കൊടുക്കുക യെസ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് 2 ഡിഫറൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ സെയിം ആസ് യെസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കോപ്പി ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോഴാണ് ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കുക.
ദെൻ അടുത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് മുതലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് അതിൽ അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഉണ്ടാകുക, പിന്നെ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള കോൾ ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ നെയിം ഓഫ് ദ ബോർഡ് ഒരു കൗൺസിലാണ്. നമ്മൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുക്കാം. ഇനി CBSE ആണെങ്കിൽ ICSE ടീച്ചേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ആണ് അടുത്ത്. നമ്മൾ എന്നാണ് പാസ് ഔട്ട് ആയത് എന്നുള്ള ആ ഒരു ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നാണ് നിങ്ങൾ പാസ് ചെയ്തിരിച്ച് അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ സ്കൂൾ നെയിമാണ് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ ഏത് സ്കൂളാണ് പഠിച്ച സ്കൂളിൻ്റെ പേര് കൊടുക്കാം. ദെൻ സബ്ജക്ട് കോമ്പിനേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിനും കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, സോഷ്യൽ, ദെൻ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, IT തുടങ്ങിയിട്ട് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെ അങ്ങനെ വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുക്കുക. അതാണ് നല്ലത്, കാരണം നമ്മൾ റിസ്ക് എടുക്കണ്ട. ഇതിനടുത്ത് പ്ലീസ് സെലക്ട് ദ ഫോളോയിങ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ആണോ, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണോ, എന്താ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പം പെർസെൻറ്റേജ് ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ SSLC മാർക്കിൻ്റെ ശതമാനമൊക്കെ അറിയുന്നതിന് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് ഏകദേശം ശരാശരിയാണ് കേട്ടോ കാണാൻ പറ്റുക, റിയൽ ആയിട്ടുള്ള പെർസെൻറ്റേജ് അല്ല. അപ്പോൾ നമുക്ക് റിയൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ മാർക്ക് അറിയണം. മാർക്ക് അറിയണമെങ്കിൽ നമ്മൾ പരീക്ഷ ഭവനിൽ നമ്മൾ കറക്റ്റായിട്ട് DD ഒക്കെ അയച്ച് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കാർഡൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അവിടെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അഥവാ ആരെങ്കിലും അങ്ങനെ മാർക്ക് കാർഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്കോർ കാർഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ മാർക്സ് ഒപ്റ്റൈൻഡ് എന്നുള്ളിടത്ത് കിട്ടിയ മാർക്ക്, ഇപ്പോൾ എനിക്കിപ്പോൾ 580 മാർക്കാണ് കിട്ടിയെന്ന് എക്സാമ്പിൾ വിചാരിക്കുക. ടോട്ടൽ SSLCയുടെ മാർക്ക് 650 650 ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പെർസെൻറ്റേജ് ഞാനിപ്പോൾ ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുക 89.23. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഇട്ടിട്ടും CPA ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ ITA സക്സസ്ഫുള്ളി പാസ്സായോ ഫെയിലായോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാസ് എന്ന് കൊടുക്കണം. ഫെയിൽ എന്ന് കൊടുത്താൽ നമ്മൾ ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ. അപ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് യു ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പാസ് ആവണം കേട്ടോ ഇതിലേക്ക്. അതുകൊണ്ടാണ് ജസ്റ്റും കാണിച്ചെന്നുള്ളൂ. ദെൻ സ്ട്രീം ഏതാണ് ഇവിടെ നമ്മൾ ITA ഈ പറയുന്ന വിത്ത് NAC ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് NAC മാത്രമാണോ, അല്ലെങ്കിൽ ITA വിത്ത് NTC ആണോ, അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണോ, അല്ലെങ്കിൽ ITയുടെ കൂടെ നമുക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വെറും 10ാം ക്ലാസ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പം രണ്ട് രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ ആ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണണേ, എന്നാലും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാനിവിടെ ITA ആണ്. ITA ജസ്റ്റ് ഞാൻ എന്താണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ അടുത്തുള്ളത്, അത് വെച്ച് ഞാൻ കൊടുക്കുന്നു. ഇനി എനിക്ക് ITA അപ്രന്റീസ്ഷിപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാനിവിടെ NTC വെച്ച് കൊടുക്കുന്നു. ഇത് സ്ഥാപനത്തിൻ്റെ പേര് ഞാനിവിടെ പഠിച്ചാൽ ITA എവിടെ പഠിച്ചാൽ അവിടെ ആ പേര് കൊടുക്കുക. സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ ഫിറ്ററാണ് ഞാനിത് സെലക്ട് ചെയ്യുക, ഫിറ്റർ കൊടുക്കുന്നു. ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് നമ്മൾ എന്നാണ് പാസ്സായ മാസവും ഇയറും കൊടുക്കണം. ഞാനിപ്പോൾ 2023 വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഞാനൊരു വെറുതെ ഒരു ഡേറ്റ് കൊടുത്താണ്, നിങ്ങളനുസരിച്ച് കൊടുക്കുക. പാസ്സായത് എന്ന് വെച്ചാൽ ഡേറ്റ് കൊടുക്കുക. അത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. നമ്മൾ പെർസെൻറ്റേജ് ആണോ CGP ആണോ വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ മാർക്ക് ഒപ്റ്റൈൻഡ് എന്നുള്ളത് ഇപ്പോൾ ഞാനൊരു 800 മാർക്കാണ് നേടി വിചാരിക്കുക. എക്സാമ്പിൾ വെറുതെ കൊടുക്കുന്നതാണ്. ഔട്ട് ഓഫ് 1000 ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും 80%. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒപ്റ്റൈൻഡ് എന്നുള്ളത് കിട്ടിയ മാർക്ക് കൊടുക്കാൻ. ടോട്ടൽ മാർക്ക് എന്നുള്ളത് ഔട്ട് ഓഫ് എത്രയാണെന്ന് വെച്ചാൽ ആ മാർക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ CGP ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ പോയിന്റ് രീതിയിൽ അങ്ങനെ കൊടുക്കുക. CGP ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എത്രയാണ് കിട്ടിയത്, ഇപ്പോൾ 6.7 ആണ് വിചാരിക്കുക പോയിന്റ്. ദെൻ ടോട്ടൽ വരുന്നത് നമുക്ക് ഔട്ട് ഓഫ് 10 പോയിൻറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കെയിലിന് ഒക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും എത്ര പോയിന്റ് സ്കെയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത ഈ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ളതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് 2 എന്നുള്ളത്. അപ്പോൾ ഇത് നിർബന്ധമല്ല, അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NSC ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ആ ഓപ്ഷൻ ഇടാം. അതായത് നിങ്ങൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ITA വിത്ത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് നിങ്ങൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് അങ്ങനെ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് എന്താണ് മാൻഡറ്ററി അല്ല. അപ്പോൾ മാൻഡറ്ററി പറഞ്ഞിരിക്കുന്നതാണ് ഇത് നമ്മുടെ 10ാം ക്ലാസ്സും അതുപോലെ നമ്മൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് 1 ആണ് നിർബന്ധമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. മറ്റേ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനത് ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കാണിക്കാം. അങ്ങനെ ഫൈനലി ഞാനിതെല്ലാം ഫില്ല് ചെയ്തു. ഇനി ഇത് അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാണ്ട് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് യെസ് എന്ന് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. ഇനി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഐ ബട്ടണിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ റീസെൻറ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഐ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഫയൽ സൈസ് കൂടെ കാണിക്കും.
ഓക്കെ, മിനിമം 50 KB വേണം, മാക്സിമം 100 KB ഉള്ളിലായിരിക്കണം ഫയൽ സൈസ് കേട്ടോ. പിന്നെ JPG ഫോമാറ്റ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നമ്മൾ ഫോട്ടോസ് എന്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുക. ക്ലിക്ക് ചേർന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഫയൽ അല്ലെങ്കിൽ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് മിനിമം 50 KB ഫയൽ സൈസ് വേണം, 100 KB കൂടാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു ഫയൽ നമ്മൾ എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന കേട്ടോ, ഡെമോ ആണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു അങ്ങനെയുള്ളൊരു ഫോട്ടോ വെച്ചത്. ഇത് നമ്മളിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യൂ അപ്ലോഡഡ് ഫോട്ടോ എന്നുള്ളതുണ്ടാവും, വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത നമ്മൾ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ നമുക്ക് 50 KBയുടെയും 100 KB ഇടയിലായിരിക്കണം. അതിൻ്റെ ഫയൽ സൈസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ബ്രൗസ് കൊടുക്കുക, സിഗ്നേച്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ സിഗ്നേച്ചർ ലോഡ് ആയിട്ടുണ്ട്, ക്ലോസ് കൊടുക്കുക. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. സ്കാൻ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സൈസ് മിനിമം 100 KB ടു മാക്സിമം 1 MB. JPG പറ്റും, PDF ആണെങ്കിലും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഒരു ഫയൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് ഇവിടെ ഫയൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫയൽ നെയിമൊക്കെ കാണിക്കും കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കറക്റ്റ് 10ാം ക്ലാസ്സിൻ്റെ ഇതൊന്നുമല്ല. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ സ്കാൻഡ് കോപ്പി ഓഫ് മാർക്ക് ഷീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇത്ര മാർക്ക് ഷീറ്റ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമുക്കിപ്പോൾ SSLC സർട്ടിഫിക്കറ്റിൽ ഗ്രേഡും എല്ലാം ഒന്നാണ് നമുക്ക് കിട്ടുന്നത്, ഒരു മാർക്ക് ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സെയിം സംഭവം തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടാൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് പരീക്ഷാവൻ അതിൻ്റെ മാർക്ക് ഷീറ്റ് കിട്ടിയെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കയ്യിലില്ലെങ്കിൽ തൽക്കാലം നമുക്ക് SSLC ബുക്ക് നമ്മുടെ 10ാം ക്ലാസ്സിലെ 10th മാർക്ക് ഷീറ്റ് ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഒക്കെ ഇവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ 1 അത് നമ്മൾ ഈ പറയുന്ന ITൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ അപ്ലോഡ് ചെയ്യുക. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധം. ഇനിയിപ്പം നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജനറൽ ആയതുകൊണ്ട് എനിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട. ഇനി SC ST OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് 500 രൂപയാണ് ജനറൽ ആയതുകൊണ്ട് ഫീ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എങ്ങനെയാണ് ഫീ അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ശേഷം ഡിക്ലറേഷൻ ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ഇവിടെ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ക്യാപ്ച കോഡ് അടിച്ചു പ്രിവ്യൂ എന്നുള്ള ബട്ടൺ കാണാം, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അടിച്ച എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും ഇതിൽ കാണിക്കുന്നത് നല്ല രീതിയിൽ വായിച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ ഓക്കെ എന്നുള്ള ബട്ടൺ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കും ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നേച്ചറും ജസ്റ്റ് എന്താണ് ഒന്ന് വ്യൂ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്തില്ല എങ്ങനെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് എന്താണ് ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സബ്മിറ്റ് ആവുന്നില്ല എന്ന് പറയാൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പ്ലീസ് വ്യൂ ഫോട്ടോഗ്രാഫ് ബിഫോർ സബ്മിറ്റ്, നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഫോട്ടോഗ്രാഫ് ഒന്ന് വ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് അവിടെ വ്യൂ അപ്ലോഡഡ് ഫോട്ടോ എന്നുള്ളതാണ് ഒന്ന് വ്യൂ ചെയ്യുക. അതുപോലെ സിഗ്നേച്ചർ ഒന്ന് വ്യൂ ചെയ്യുക കേട്ടോ. അതിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്ത കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നുപാടെ അത് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് അതിൻ്റെ പ്രൈവസി ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് നമ്മുടെ ഡാറ്റാസൊക്കെ എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് അഗ്രി കൊടുക്കുക. അതിന് അഗ്രി കൊടുത്താൽ നമുക്ക് ഫൈനലി പേയ്മെൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ അപ്പോൾ ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ടും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വാലറ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ Paytm വാലറ്റ്സുകളൊക്കെ ഉണ്ട്. Paytmൽ അങ്ങനെയുള്ള വാലറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ദെൻ NEFT യൂസ് ചെയ്തിട്ട് ചെയ്യാം. ദെൻ SBI ബ്രാഞ്ച് പേയ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് എന്താണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ATM കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചെയ്താൽ മതി, പേയ്മെൻറ്റ് സക്സസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അതിൻ്റെ ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അപേക്ഷയുടെ പ്രിൻറ്റും നമ്മൾ എടുത്ത് സൂക്ഷിക്കുക. ലോഗിൻ ID യും പാസ്വേഡൊക്കെ നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വരും. അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വിശദമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. അത് നമ്മൾ വാട്സപ്പ് നമ്പർ തരും. നിശ്ചയമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സമീപത്തുള്ള ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൊബൈൽ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.